പ്രിയപ്പെട്ട കലാസ്നേഹികളെ, KPCC അഥവാ കേരള പെന്തക്കോസ്റ്റൽ ചർച്ച് ചിൽഡ്രൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കലോപഹാരം തോമാച്ചന്റെ മാനസാന്തരം. ഏഴാം കടലിനക്കരെ ഇന്ത്യ മഹാരാജ്യത്ത് കൊച്ചു കേരളത്തിലെ കഞ്ഞിക്കുഴിയിൽ താമസിക്കുന്ന തോമാച്ചന്റെ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് അഭിമാനം കൊള്ളുകയും ഇന്നും പള്ളിഭക്തനായി നടക്കുന്ന തോമാച്ചായന് സത്യം മനസ്സിലാക്കി ദൈവകൽപ്പനകളായ രക്ഷയും സ്നാനവും സ്വീകരിച്ച് പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്ന മറിയാമ്മ ചേട്ടത്തിയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. തോമസ് ചേട്ടന്റെ മാനസാന്തരത്തിനായി കാത്തിരിക്കുന്ന മറിയാമ്മ ചേച്ചിയുടെ പ്രാർത്ഥനയും ജീവിതവും തോമസ് ചേട്ടന്റെ മാനസാന്തരത്തിന് കാരണമാകുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്ക് നമ്മുടെ ജീവിതം വിചിന്തനം ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നടത്താൻ ദൈവം നമ്മയെല്ലാം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ കലോപകാരം നമ്മുടെ എല്ലാം ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എവിടെ പോയി കിടക്കുവാ? മാം, ഞാൻ ഇവിടെ ഉണ്ട്. വെബ് സെർച്ച് ചെയ്യുക. രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് സെർച്ച് തുടങ്ങിയതാ. എന്നിട്ട് ഇതുവരെ എന്തുവേലും കണ്ടുപിടിച്ചോടാ? പായിട്ട് പ്രാർത്ഥിക്കാൻ നോക്കടാ. നിന്റെ അപ്പൻ നമ്മുടെ വിശ്വാസവും ഭക്തിയും കണ്ടിട്ട് വേണം രക്ഷിക്കപ്പെടാൻ. കർത്താവേ, എന്റെ അച്ചായൻ രക്ഷിക്കപ്പെട്ടിട്ടേ നീ വരാവേ. എടി മറിയേ, അപ്പോ കർത്താവ് ഇപ്പോഴൊന്നും പറഞ്ഞതിലും നിനക്ക് യാതൊരു താല്പര്യമില്ല. മമ്മിയുടെ സ്വഭാവവും സ്റ്റൈലും കണ്ട പപ്പ രക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ നീ വല്ലതും പറഞ്ഞായിരുന്നോ? എടാ, ബൈബിൾ എടുത്തിട്ട് വായിക്കടാ. I will use my iPhone. I have the Bible app here. എടാ, ഒരേ ഉറവയിൽ നിന്നും കയ്പും അഴുക്കും മധുരവും നല്ലതും എല്ലാം കൂടെ വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തുനിന്ന് എന്തെല്ലോ ആണോ വരുന്നത്. പോയി ബൈബിൾ എടുത്തോണ്ട് വാടാ. എടാ ടിൻഡു, ബാ പാട്ട് പാട്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലെന്നും യേശു മാത്രം ഞമ്പത്താകുന്നു. അത് ശരി, നിന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ 2 കോടി ഇൻഷുറൻസ് മാത്രമാകുന്നു. അച്ചായ, ദൈവപ്പാട്ടിനെ കളിയാക്കല്ലേ. സത്യമല്ലേ ഞാൻ പറഞ്ഞത് മറിയ? നിനക്കാണ് ഒന്നും ഇല്ലാത്തത്. കോടികൾ വിലയുള്ള വീടുകളും കാറുകളും ഇതൊന്നും പോരാഞ്ഞിട്ട് 2 കോടിയുടെ LIC ഇൻഷുറൻസ് പോളിസി ഇന്നലെ എടുത്തില്ലേ? എടാ മത്തായിയെ, നീക്ക് എവിടെ പോയി കിടക്കുവാ? ഞാൻ ബൈബിള് തപ്പുവാനേ, കാണുന്നില്ല. എവിടെയെങ്കിലും വെച്ചാനോ ഓർക്കുന്നില്ല. ഓ, കിട്ടി. ഓക്കെ, എടുത്ത് വായിക്കടാ. Oh my god, ants, ഉറുമ്പ്. നിർത്തടാ, നിന്റെ കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത്. ആരാടാ ഇതിനകത്ത് ചോക്ലേറ്റ് കൊണ്ടുവച്ചത്? ചുമ്മാ അതല്ല ഈ ഉറുമ്പെല്ലാം ഇവിടെ ഇരിക്കുന്നത്. പുഴുവും തുരുമ്പും എടുക്കാത്തതിൽ നിക്ഷേപിക്കാനല്ലേ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത്? ആരും നോക്കാത്തതും തപ്പാത്തതുമായ ഒരു ഇടം ഈ വീട്ടിലുണ്ടെങ്കിൽ അത് ബൈബിൾ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ ഇതിൽ കൊണ്ടുവച്ചത്. പിന്നെ ഞാൻ അങ്ങ് മറന്നുപോയി. എന്റെ സെൽഫോൺ താടാ. ഡോണ്ട് ചെക്ക് മൈ സ്റ്റഫ്. ഒരു മിനിറ്റ്, ലെറ്റ് മീ സീ എ ഗെയിം. എടാ, വഴക്കുണ്ടാക്കാതടാ. പ്രാർത്ഥിക്കുവാന്നുള്ളത് ഒരു ബോധമില്ല. നിന്റെ അപ്പൻ എങ്ങനെയും ഒന്ന് രക്ഷിക്കപ്പെടാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കുക. മറിയേ, നിങ്ങൾ പ്രാർത്ഥിക്കാനോ അല്ല ഇത് സർക്കസ് ആണോ? അച്ചായ, ആ കഞ്ഞി തിളച്ച് ചാടുന്നു, ഒന്ന് നോക്കിക്കേ. അച്ചായ, ആ കഞ്ഞി ചാടുന്നു, ഒന്ന് നോക്കിക്കേ. എന്നാൽ ഒരു കല്ലെടുത്ത് അതിന് പുറത്ത് വെക്ക്, ചാടാതെ ഇരിക്കും. പ്രാർത്ഥനയുടെ ഇടയ്ക്കിൽ എന്തെല്ലാം ശ്രദ്ധയാ. നിങ്ങൾ പ്രാർത്ഥിച്ച എനിക്ക് വിശക്കുന്നു. എന്റെ കർത്താവേ, എല്ലാത്തിനുമായിട്ടും സ്തുതി.
ഞങ്ങളുടെ അച്ചായനൊരു മനസാന്തരം കൊടുക്കണേ, നല്ല ബുദ്ധി കൊടുക്കണേ, അനുസരണം കൊടുക്കണേ. മറിയേ, നീ പ്രാർത്ഥിക്കാനോ അതോ? കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണേ. അച്ചായന് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള കൃപ കൊടുക്കണേ. ഹലോ സൂസി, ഞങ്ങൾ പ്രാർത്ഥിക്കുവാണേ. തീരാറായി. നീ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഇപ്പം തിരിച്ചു വരാം. കർത്താവേ, എല്ലാത്തിനും സ്തുതി. നീ ഞങ്ങളുടെ അവസ്ഥ അറിയുന്ന കർത്താവാകുന്നതുകൊണ്ട് സ്തുതി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. ഹലോ സൂസി, എന്തോ ഉണ്ട് വിശേഷം? ഹായ് മറിയ ആൻറ്റി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ലേറ്റായിട്ട് വിഷ് ചെയ്തതിന് വളരെ സോറി ചേച്ചി. ഞാൻ ഇന്ന് ഡബിൾ ഷിഫ്റ്റ് ആയിരുന്നതുകൊണ്ട് ഫേസ്ബുക്ക് നോക്കാൻ സമയം കിട്ടിയേയില്ല. ഇപ്പോഴാ കണ്ടത് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ഇന്നായിരുന്നെന്ന്. അയ്യോ, അതെൻ്റെ കറക്റ്റ് ബർത്ത്ഡേ ഡേറ്റ് അല്ല. ഫേസ്ബുക്കിനും വൈപ്പറിനും എല്ലാത്തിനും പല പല ബർത്ത്ഡേ ഡേറ്റ് ഞാൻ കൊടുത്തേക്കുന്നത്. കറക്റ്റായിട്ടുള്ളത് കൊടുത്താൽ നമ്മുടെ പ്രായമൊക്കെ എല്ലാവരും അറിയത്തില്ല സൂസി. അത് ശരി, അപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാം കളിപ്പിച്ചല്ലേ? എന്തായാലും പുതിയ പിക്ചർ അടിപൊളിയായിട്ടുണ്ട്, ഒത്തിരി ലൈക്കും ഉണ്ട്. ഓ സൂസി, ആ പിക്ചറോ? അത് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേ എടുത്തതാ. അന്നത്തെ ഗ്ലാമറൊക്കെ പോയില്ലേ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ആരോടും പറയരുത്. അമ്മാമേ, ഞാൻ ചോദിക്കാനും പറയാനും ഒന്നും പോകുന്നില്ല. എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഈ വയറ്റിലോട്ട് പോകുന്നതൊന്നും പുറത്തേക്ക് വരാറില്ല. ധൈര്യമായിട്ട് പറ. ആ അച്ചാമ്മ സൂക്ഷിക്കണം കേട്ടോ, ഭയങ്കര കുശുംബിയ. കഴിഞ്ഞ ഞായറാഴ്ചക്ക് ഇട്ട സാരി ഭയങ്കര കളറാണെന്നോ കല്ലും മണ്ണും ഒക്കെ പതിച്ചതാണെന്നോ. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പാവങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമായിരുന്നെന്നോ. ഇത്രയും വില കൂടിയ വസ്ത്രങ്ങൾ വിശ്വാസികൾക്ക് ചേർന്നതാണെന്നോ അവരിരുന്ന് പറയുന്നത് കേട്ടു. പക്ഷെ സൂസി, നീ വിഷമിക്കണ്ട കേട്ടോ. അച്ചാമ്മ അങ്ങനെ പറഞ്ഞു? എന്നെ കണ്ടപ്പോൾ സാരി അടിപൊളിയാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. എന്നിട്ടാണോ എൻ്റെ പുറകെ കുറ്റം പറഞ്ഞത്? അച്ചാമ്മയ്ക്ക് ഓന്തിൻ്റെ സ്വഭാവമാണല്ലോ. പോട്ട് സൂസി, ക്ഷമിച്ചു കള. സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒന്നും മനസ്സിൽ വെക്കരുത്. നാളെ വൈകിട്ട് അവരുടെ വീട്ടിൽ മീറ്റിങ്ങിന് വെച്ച് കാണാം. ഓ, ഞാൻ വരണമെന്ന് കരുതിയതാ. ഇനി അച്ചാമ്മയുടെ മുഖത്ത് ആര് നോക്കും? അവരുടെ കൂടെ ഇരുന്ന് ആരാധിച്ച ദൈവം പോലും കേൾക്കത്തില്ല. ഞായറാഴ്ച കത്രിമേശയുണ്ട്. ശോ, എൻ്റെ ആ ഉള്ള ഫ്ലോ അങ്ങ് പോയി. എന്നാ സൂസി, പിന്നെ സംസാരിക്കാം. അച്ചായന് സപ്പർ കൊടുക്കാൻ സമയമായി. ഒന്നും വിഷമിക്കണ്ട, എല്ലാം മുകളിലിരിക്കുന്നവൻ അറിയുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ. എടി മറിയേ, നീയൊക്കെ എന്തിനാ പ്രാർത്ഥിക്കണേ? പ്രാർത്ഥിച്ച് നാക്ക് വായിൽ ഇട്ടില്ല, അതിനു മുമ്പ് പാറ പനിഞ്ഞല്ലോ. സഹോദരന് നേരെ കള്ളസാക്ഷ്യം പറയുക എന്നല്ലേ വചനം പറയുന്നത്. അച്ചായ, അതിന് ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതേ ഉള്ളൂ. ഈ പത്രത്തില് പിക്ചർ കണ്ടോ? റിബൺ മുറിച്ച് മുഖ്യൻ സഭാമന്ദിരം ഉദ്ഘാടനം ചെയ്തു. ദേവസഭയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നടത്തിയെന്ന് രാഷ്ട്രീയക്കാർ റിബൺ മുറിച്ച് തുടക്കം ഇട്ടു. ഇനി അകത്തുള്ള രാഷ്ട്രീയക്കാർ സഭ മുറിക്കാതെ ഇരുന്നാൽ കൊള്ളാം. സംഗീതനം ഒക്കെ എല്ലാരും മറന്നു. പാപികളുടെയും പ്രയാസികളുടെയും ഒക്കെ ഇരിപ്പിടത്തിൽ ആരും ഇരുന്നില്ലെങ്കിലും അവരുടെ കൂടെ ഇരുന്ന് പിക്ചർ എടുക്കാൻ ഭക്തർക്ക് ഇന്നൊരു മടിയില്ല. ഇനിയില്ല. പിന്നെ കൂടുന്ന പുതിയ നൂറ്റാണ്ടിന്റെ പെന്തക്കോസ്റ്റ് അരംഗമായപ്പോൾ കർത്താവ് വരാറായി. ദേ നോക്കേ, ഡോക്ടർ ഒട്ടമോളി വേദന സംഹാരി, രോഗശാന്തി, പാപപരിഹാരം, അതിർവിസ്താരണം എന്നിവയ്ക്ക് സമീപിക്കൂ. ഡോക്ടർ ഒട്ടമൂലി വരുവിൻ,
സംബന്ധിപ്പിൻ, പ്രശ്നപരിഹാരം പ്രാപിക്കുവിൻ. ഉപവാസ പ്രാർത്ഥനയും ബന്ധന ആയിരിക്കലും ഏവർക്കും സ്വാഗതം. മറിയേ, കേട്ടോടി, ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യും വേലകൾ അവങ്ങളെ കളിപ്പിച്ചിട്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ ഓരോരുത്തർ പുതിയ അടവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അഡ്വർടൈസ് ചെയ്യാനും ഇവർക്ക് ഒരു മടിയില്ല. കീർത്തിക്ക് വേണ്ടിയല്ല, കിരീടത്തിന് വേണ്ടി ജീവിക്കാം. അച്ചായോ, നാളെ വൈകിട്ട് അച്ചാമ്മയുടെ വീട്ടിലാ പ്രാർത്ഥന. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. ഒരു പ്രവാചകനുണ്ടെന്ന് കേട്ടു. ഓ, ഇനി അതിൻ്റെ ഒരു കുറവ് എനിക്കുള്ളൂ. നിങ്ങൾ പൊക്കോ. ഇന്നത്തെ പെന്തക്കോസ്തക്കാരുടെ കയ്യിലിരിപ്പ് കണ്ട് ഞാൻ മടുത്തു. എല്ലാവരും ഒരു മാതിരി ദൈവത്തെ അലിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്. ഇതിനൊന്നും എന്നെ കേട്ടതല്ല. അച്ചായനൊന്ന് കോണപ്പെട്ടിട്ട് വേണം എനിക്കൊന്നും മരിക്കാൻ. എന്നാ പിന്നെ നീ ഉടനെ ഒന്നും ചാവത്തില്ല. ഡാഡി, ഞങ്ങളുടെ കൂടെ നാളെ കോൺസേർട്ടിനപ്പോൾ എറണാകുളത്ത് ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ട്. ഓക്കെ മക്കളെ, പാട്ട് എനിക്കിഷ്ടമാണ്. അല്പം മനസ്സമാധാനം കിട്ടും. അതിന് ഞാൻ വരാം. നാളെ രാവിലെ തന്നെ ട്രെയിനിൽ പോവാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 126-25 തിരുവനന്തപുരത്തു നിന്നും കോട്ടയം പാലക്കാട് വഴി ന്യൂഡൽഹി വരെ പോകുന്ന കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. यात्रियों कृपया ध्यान दीजिए, कोटयम पालक्कड़ से होकर जाने वाली गाड़ी नंबर 12625 तिरुवनंतपुरम न्यू दिल्ली केरला सुपरफास्ट एक्सप्रेस प्लेटफॉर्म नंबर 1 पर आ रही है. എല്ലാരും സൂക്ഷിച്ചു നിൽക്കണേ. ഭയങ്കര തിരക്കാണല്ലോ ഇന്ന്. പരിപ്പ് ചേട്ടാ, പരിപ്പ്. എടോ, ഞങ്ങൾ തൻ്റെ പരിപ്പൊന്നും എടുത്തില്ല. എവിടെ താൻ വെച്ചതെന്ന് പോയി നോക്ക്. സാറേ, അതല്ല, പരിപ്പ് വട വേണോന്നാ ചോദിച്ചത്. മമ്മി, അവരെ കണ്ടോ? ചെറുപ്പം പോലും ഇടാതെ നടന്ന് എങ്ങോട്ടാ? മക്കളെ, അവരൊക്കെ പദയാത്രയായിട്ട് വേളാങ്കണ്ണിക്ക് നേർച്ച നേർന്ന് പോകുന്നവരാ. ഡാഡി, ഈ പദയാത്രയും തീർത്ഥയാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മോനെ, ഈ പദയാത്ര എന്ന് പറഞ്ഞാൽ നേർച്ച നേർന്ന് ആൾക്കാർ കഴിക്കാതെ കുടിക്കാതെ നടന്ന് ക്ഷീണിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ പദയായിട്ട് വരും. അതാ പദയാത്ര. പിന്നെ തീർത്ഥയാത്ര നടന്ന് ഈ പ്രായമുള്ളവർ നടന്നാലും തീരാത്ത ഒരു യാത്രയായത്. ചിലർ ഒരു ഒടുക്കം അവരും തന്നെ അങ്ങ് തീരും. അതാ തീർത്ഥയാത്ര. പഴയപഴം. എടോ, നല്ല പഴമൊന്നുമില്ലേ? താനീ പഴയതും കൊണ്ട് നടക്കാതെ. ഹലോ സാറേ, ടിറ്റിയാ? എടുക്ക് പെട്ടെന്ന് എടുക്ക്. കണ്ടിട്ട് നല്ല വീട്ടില് ആണെന്ന് തോന്നുന്നു. പക്ഷേ ചോദിക്കുന്ന കണ്ടില്ലേ? അരേ, നിന്റെ കയ്യിൽ ചില്ലറ ഉണ്ടെങ്കിൽ അത് കൊടുക്ക്. മാന്യന്മാരെന്ത് മനുഷ്യനെ കളിയാക്കും? രാവിലെ കുടുംബം ഇറങ്ങിക്കോളും. ടിക്കറ്റ് പെട്ടെന്ന് എടുക്ക്, ഞാൻ ടിറ്റിയാ. മമ്മി, ടിക്കറ്റ് എന്തിയേ? എടുത്ത് കൊടുക്ക്. മോനെ, എൻ്റെ ബൈബിൾ എന്തിയാടാ? കാണുന്നില്ലല്ലോ. അതിനകത്താ ഞാൻ ടിക്കറ്റ് വെച്ചിരുന്നത്. മമ്മി, അത് കഴിഞ്ഞ സൺഡേ ചർച്ചിൽ വെച്ച് മറന്നുപോയി എന്നല്ലേ പാസ്റ്റർ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞത്? അയ്യോ, അത് ശരിയാ. ബൈബിൾ ചർച്ച് വെച്ച് മറന്നുപോയി. ടിക്കറ്റും അതില. എൻ്റെ ദൈവമേ. ടിക്കറ്റ് ഒന്നും ഇല്ലേ? അപ്പം എന്നാ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കും. വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ടിക്കറ്റൊക്കെ എടുക്കാതാണോ യാത്ര? ഇൻകം ടാക്സിന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല.
എന്തു പറ്റി? ആരിത്? മറിയാമ്മ ചേച്ചിയോ? പ്രൈസ് ദ ലോർഡ്. എന്ത് പറ്റി ഇവിടെ? കറിയാച്ച, ഞങ്ങൾ എറണാകുളത്തുള്ള കൺസേർട്ട് കാണാൻ പോകുക. പക്ഷെ ടിക്കറ്റ് ബൈബിൾ വെച്ച് മറന്നുപോയി. ആകെ പ്രശ്നത്തിലായി. അകത്ത് പോയി അഴി എണ്ണി ബോണ്ട തിന്നേണ്ടി വരുമോന്നാ എൻ്റെ പേടി. മറിയ ചേച്ചി, മരുന്നില്ലാതെയാണോ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? അതുപോലെയാണല്ലോ നിങ്ങൾ ടിക്കറ്റ് ഇല്ലാതെയാണോ യാത്ര? സാരമില്ല, പേടിക്കണ്ട. ടി എൻ്റെ ഫ്രണ്ടാ. ഞാൻ അദ്ദേഹത്തിനോട് അതിനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അദ്ദേഹം നിങ്ങളുടെ കൂട്ടമാണ് കേട്ടോ, ബന്ധക്കോസുകാരനാ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. കറിയ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശിക്ഷ ഫൈൻ കൊടുത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളൊക്കെ ചെയ്ത തെറ്റിന് കർത്താവ് യേശു ക്രിസ്തു ജീവൻ തന്നെ ബലി കൊടുത്ത് പാപപരിഹാരം തന്ന് രക്ഷിച്ചതുപോലെ ഈ കറിയ നിങ്ങളുടെ തെറ്റിന് ഫൈൻ തന്നങ്ങ് രക്ഷിച്ചു. ടി സാറേ, എന്നെ അങ്ങനെ പുണ്യാളനൊന്നും ആക്കണ്ട. ടാക്സ് റിട്ടേൺ കിട്ടിയ കാശ് വാങ്ങിക്കൊണ്ട് വരുന്ന വഴി ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫൈൻ അടച്ചു, അത്രേ ഉള്ളൂ. കറിയെ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ നിങ്ങൾ കയറി വന്നപ്പോൾ ഒരു പാട്ട് പാടിയല്ലോ, ഇൻകം ടാക്സിന് ഞാൻ അടിമയല്ലെന്നോ, പരമസിയോനിൽ അന്യൻ അല്ലെന്നോ. എന്താ സന്തോഷത്തിന് കാരണം? എൻ്റെ തോമാച്ച, കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി ഗവൺമെൻറ് എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ ടാക്സ് പിഴിഞ്ഞു. ഇപ്രാവശ്യം ഞാൻ പള്ളി പണിക്ക് കാശ് കൊടുത്ത നല്ല ടാക്സ് റെസിപ്റ്റ് എഴുതി തരാമെന്ന് ട്രഷറർ പറഞ്ഞു. അങ്ങനെ നല്ല തുക റിട്ടേൺ കിട്ടി. എല്ലാം നമ്മുടെ ട്രഷറാറിൻ്റെ ഒരു ബുദ്ധി. കറിയെ, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർ കൊല്ലത്ത് കൈസർക്കും എന്നല്ലേ പ്രമാണം? അതിന് ഞാനൊന്നും വെട്ടിച്ചില്ലല്ലോ. ഇഷ്ടം പോലെ സാലറിയിൽ നിന്ന് എൻ്റെ ടാക്സ് കൈസർ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല കാര്യത്തിനാണല്ലോ കാശ് കൊടുത്തത്, പള്ളി പണിയാൻ. അതുകൊണ്ട് പരമസിയോനിൽ ഞാൻ അന്യനുമല്ല. ഈ മുട്ടായി ന്യായം കൊണ്ട് നടക്കാതെ വേറെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, കോൺസൾട്ട് കണ്ടിട്ട് വാ. കറിയെ, എവിടെ പോയാലും ഈ 2 ബുക്കും എടുത്തുകൊണ്ട് ഇടക്കുന്ന കാണാമല്ലോ. എന്താ അതിൽ? ഓ, ഈ ബുക്കോ? ഇത് കണ്ടോ, ഈ ബുക്കാണ് ഓർമ്മയുടെ പുസ്തകം. ഇതിനകത്തെ ലിസ്റ്റിലുള്ളവരെല്ലാം എനിക്ക് കാശ് തരാനുള്ളവരാ. അത് മറന്നു പോകാതെ ഓർത്ത് എഴുതി വെച്ചിരിക്കുന്നതാ ഓർമ്മയുടെ പുസ്തകം. ഈ ബുക്കുണ്ടല്ലോ, ഇതാണ് ജീവൻ്റെ പുസ്തകം. ഇതിനകത്തുള്ള ലിസ്റ്റിൽ പേരുള്ളവർക്കെല്ലാം ഞാൻ കടം അങ്ങോട്ട് കൊടുക്കാനുള്ളവരുടെയാണ്. ഇത് കാണുമ്പോഴൊക്കെ എൻ്റെ ജീവൻ പോകുന്ന പോലെ അങ്ങ് തോന്നും. അത് ഓരോന്ന് വീട്ടുമ്പോഴാ എൻ്റെ നല്ല ജീവൻ തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ ജീവൻ്റെ പുസ്തകമെന്ന് ഞാൻ പേരിട്ടേക്കുന്നു. സ്റ്റേഷനെത്തി. എന്നെ നമ്മൾ പിന്നെ കാണാം. ഞങ്ങൾ പ്രോഗ്രാമിന് പോവാം. Ladies and gentlemen, welcome to the 2015 Ernakulam Christian Concert, featuring artists from all over Kerala, India, including Cochin, Trivandrum, Kumbalam, Mala, and Thrissur. Ladies and gentlemen, the day of the Lord is at hand. Examine yourselves, prepare your hearts for the coming of the King. Now, take your seats and prepare yourselves for a life-changing experience. The show will begin in 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Buddhi
നിന്നെ നശിപ്പിക്കുവാനാരെയും അനുവദിക്കരുതേ, അരുതേ, ചെയ്യരുതേ. പാപത്തിൽ നിന്നെ നീ നശിപ്പിക്കരുതേ. മോഷണം വിഷയം നാസ്തികത ഗർവം നിഷ്ഠുരത ആത്മപ്രശംസ പരസംഗം ബോധത ദൂഷണം ദുഷ്കർമ്മം നിയമലംഘനം വാത്സല്യമില്ലായ്മ കനിവില്ലായ്മ പാപം ഇവ പാപം ദുർനടപ്പ് വിഗ്രഹാരാധന വ്യഭിചാരം അഹങ്കാരം ദുഷ്ടചാതി വാവിഷ്ടാനം കള്ളം മദ്യപാനം പിടിച്ചുപാരി അശുദ്ധി ദുഷ്കർമ്മം അഭിചാരം പകപ്പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം വിടക്ക് കണ്ണ് ഭിന്നത അസൂയം വിറക്കുത്ത് ഇവ പാപം സ്വവർഗ വിവാഹവും പാപം ഇവ ചെയ്യുന്നവൻ സ്വരാജ്യത്തിന്റെ പടിക്ക് പുറത്തു പോലെ പാപത്തെ കണ്ടാൽ ഓടണം, ഓടി നിന്റെ ആത്മാവെ നേടണം. പാപത്തെ കണ്ടാൽ ഓടണം, ഓടി നിന്റെ ആത്മാവെ നേടണം. പാപത്തിൻ പാതയിൽ നടക്കല്ലേ മോനെ, നടന്നാൽ നീ നിൽക്കും, നിന്നാൽ നീ ഇരിക്കും, ഇരുന്നാൽ നീ കിടക്കും, കിടന്നാൽ നീ ഉറങ്ങും, ഉറങ്ങിയാൽ നീ പാപത്തിൽ നിത്യമായി മരിക്കും. ദൈവത്തെ മറക്കല്ലേ മോനെ, ദൈവത്തെ ഓർക്കുക നീ മോനെ, ദൈവത്തെ മറക്കല്ലേ മോനെ, ദൈവത്തെ ഓർക്കുക നീ മോനെ.
ഓടി നിന്റെ ആത്മാവിൽ നേടണം. പാപത്തിൻ പാതയിൽ നടക്കല്ലേ മോനെ, നടന്നാൽ നീ നിൽക്കും, നിന്നാൽ നീ ഇരിക്കും, ഇരുന്നാൽ നീ കിടക്കും, കിടന്നാൽ നീ ഉറങ്ങും, ഉറങ്ങിയാൽ നീ പാപത്തിൽ നിത്യമായി മരിക്കും. ദൈവത്തെ മറക്കല്ലേ മോനെ, ദൈവത്തെ ഓർക്കുക നീ മോനെ, ദൈവത്തെ മറക്കല്ലേ മോനെ, ദൈവത്തെ ഓർക്കുക നീ മോനെ. പാപത്തെ കണ്ടാൽ ഓടണം, ഓടി നിന്റെ ആത്മാവിൽ നേടണം. പാപത്തെ കണ്ടാൽ ഓടണം, ഓടി നിന്റെ ആത്മാവിൽ നേടണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എബ്രായർ 12:1 നാം ഇങ്ങനെ കാണുന്നു, ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യേശു നിന്റെ രോഗത്തിന് മാത്രമല്ല പാപത്തിനും പരിഹാരകൻ ആയതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും പാപത്തെ വിട്ട് ജീവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുൻപോട്ട് വരിക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്.